measurement of length. There are mainly two basic methods which are used to measure length. First one is direct method, second one is indirect method. Length measure ചെയ്യാനായിട്ട് മെയിൻലി ജനറലി നമ്മൾ ടു മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ഫസ്റ്റ് വൺ ഡിറക്റ്റ് മെത്തേഡ്, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ദ ഡിറക്റ്റ് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻഡിറക്റ്റ് മെത്തേഡ്. Then in direct method, the instruments which are used to measuring the length are meter scale, vernier caliper, screw gauge, spirometer, etc. Direct method കേസ് ആണെങ്കിൽ പേര് പോലെ തന്നെ നമുക്കറിയാം ഡയറക്റ്റായിട്ട് ഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാൻ എന്താണ് നമ്മുടെ സ്കെയിലുള്ള 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്കിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. അതുപോലെ ഡയറക്റ്റായിട്ട് സം പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ലെങ്ത്തിനെ മെഷർ ചെയ്യാം. അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിൽ എന്ന് പറയുകയാണെങ്കിൽ 1 മീറ്റർ ലെങ്ത്തിലുള്ള സ്കെയിലിനെയാണ് മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. 1 മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ 100 സെൻറ്റിമീറ്റർ, 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള സ്കെയിൽ, ദാറ്റ് ഇസ് മീറ്റർ സ്കെയിൽ. ദെൻ വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ലബോറട്ടറീസിലൊക്കെ നിങ്ങളുടെ തന്നെ നമുക്ക് പ്ലസ് ടുവിലുള്ള ലാബിൽ നമ്മൾ ചെയ്യുന്ന ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ലെങ്ത്ത് മെഷർ ചെയ്യാൻ, ചെറിയ ലെങ്ത്ത്, സ്മോൾ ലെങ്ത്ത് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് വെർനിയർ കാലിപ്പർ. അതുപോലെ വരുന്നത് മീറ്റർ സ്കെയിൽ, 1 മീറ്റർ ലെങ്ത്തിലുള്ള സ്കെയിലാണ് മീറ്റർ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈ സ്പിറോമീറ്റർ മില്ലിമീറ്റർ ലെങ്ത്തിലുള്ള സ്കെയിൽസ് മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് സ്പിറോമീറ്റർ. അതുപോലെ തന്നെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻറ്റും ഉണ്ട്. സ്ക്രൂ ഗേജും നമ്മൾ മില്ലിമീറ്റർ റേഞ്ചിലുള്ള ലെങ്ത്ത് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് സ്ക്രൂ ഗേജ്, അതുപോലെ സ്പിറോമീറ്റർ. ദെൻ സെൻറ്റിമീറ്റർ ലെങ്ത്ത്, അതായത് സെൻറ്റിമീറ്റർ റേഞ്ചിലുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെർനിയർ കാലിപ്പർ. ദെൻ മീറ്റർ ലെങ്ത്തിലുള്ള മീറ്ററിൻ്റെ, അതായത് 1 മീറ്റർ ലെങ്ത്തിലൊക്കെയുള്ള മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് മീറ്റർ സ്കെയിൽ. ഈ വെർനിയർ കാലിപ്പറായാലും ദെൻ സ്പിറോമീറ്റർ, സ്ക്രൂ ഗേജ് ഒക്കെ നിങ്ങളെ പ്ലസ് ടുവിൽ ലബോറട്ടറിയിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ അത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് എക്സ്പെരിമെൻറ്റും ചെയ്യുന്നതാണ്. അപ്പോൾ ഡിറക്റ്റ് മെത്തേഡിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സം പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യുന്നു. Then the meter scale, vernier caliper, screw gauge, spirometer are used in direct method for measurement of length. In indirect method, the indirect method is used if the range of length is beyond above the ranges. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ എന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എർത്തിലൊരു പെർട്ടിക്കുലർ പൊസിഷനിലായിരിക്കുമല്ലോ നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ എർത്തിൽ നിന്ന് ഒരു പ്ലാനറ്റിലേക്കുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാൻ നമുക്ക് സാധാരണ സ്കെയിൽസോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സോ യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം കേസസിൽ, അല്ലെങ്കിൽ 2 പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ, സ്റ്റാർസിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊന്നും നമുക്ക് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് മെഷർമെൻറ്റ് സാധിക്കില്ല. അപ്പോൾ അത്തരം കേസസിൽ നമ്മൾ സം മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. സം മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ജോമെട്രിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റാർസ് തമ്മിലുള്ള അല്ലെങ്കിൽ പ്ലാനറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം. അത്തരം മെത്തേഡ്സിനെയാണ് ഇൻഡിറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡിറക്റ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇഫ് ദ റേഞ്ച് ഓഫ് ദ ലെങ്ത് ഈസ് ബിയോണ്ട് ദി അബവ് റേഞ്ചസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മീറ്റർ സ്കെയിൽ ആണെങ്കിൽ 1 മീറ്റർ ലെങ്ത്തിലുള്ള സ്കെയിൽ, വെർനിയർ കാലിപ്പേഴ്സ് ആണെങ്കിൽ സെൻറ്റിമീറ്റർ റേഞ്ചിലുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. സ്ക്രൂ ഗേജും സ്പിറോമീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ മില്ലിമീറ്റർ റേഞ്ചിലുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത്തരം കേസസ്, ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസോ 2 പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നും മെഷർ ചെയ്യാൻ സാധിക്കില്ല. അത്തരം കേസസിൽ നമ്മൾ സം മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. അത്തരം മെത്തേഡ്സിനെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എസ്റ്റിമേഷൻ ഓഫ് വെരി സ്മോൾ ഡിസ്റ്റൻസസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ചെറിയ ലെങ്ത്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് മെത്തേഡിൽ. ഇനി വെരി സ്മോൾ ഡിസ്റ്റൻസസ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറ്റംസ് തമ്മിൽ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലൊരുപാട് ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. ഒബ്വിയസ്ലി നമുക്കറിയാം ഏതൊരു ഒബ്ജക്ട്സിൻ്റെയും ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ആറ്റംസും മോളിക്യൂൾസൊക്കെയാണ്.
അപ്പോൾ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ സൈസ് മെഷർ ചെയ്യണം, അതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തൊക്കെ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഈ ആറ്റത്തിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ഒന്നും നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത്തരം കേസസിൽ, അത്തരം റേഞ്ചിലുള്ള വളരെ വളരെ നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അത്തരം മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? അത്തരം മെഷർമെൻറ്റ്സ് ഒക്കെ നടത്താൻ ഏത് ടൈപ്പ് ഓഫ് മെഷർമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡാണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നതാണ് എസ്റ്റിമേഷൻ ഓഫ് സ്മോൾ ഡിസ്റ്റൻസസ്. ഡിസ്റ്റൻസസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁵ മീറ്റർ. 10⁻⁵ ആണ്. അപ്പോൾ 10⁻1 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്ററിനെ നമ്മൾ 10⁻² മീറ്റർ എന്ന് പറഞ്ഞെടുത്തു. ഇനി 1 കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മീറ്ററിൻ്റെ കേസിൽ 1 കിലോമീറ്റർ വിച്ച് ഇസ് ഈക്വാലൻറ്റ് ടു 1000 മീറ്റർ. 1 കിലോമീറ്ററിനെ നമ്മൾ 10⁻³ മീറ്റർ എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്ന റേഞ്ച്, ലെങ്ത്തിൻ്റെ റേഞ്ച് കണ്ടോ, 10⁻⁻5 മീറ്റർ നെഗറ്റീവാണ്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള വളരെ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. വൺ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഇസ് യൂസ് ടു measuring very very minute distances അല്ലെങ്കിൽ very 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 small distance as optical microscope. Distance of the order of 10⁻⁻5 meter can be measured with optical microscope. അതിലും ചെറിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട്, അതിലും ചെറിയ ഡിസ്റ്റൻസ്, അതായത് ഈ 10⁻⁻5 മീറ്റർ എന്ന് പറയുന്നതിനെ കാട്ടിലും അതിലും ചെറിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻8 മീറ്റർ. 10⁻⁻8 മീറ്റർ. അപ്പോൾ നോക്കൂ, 10ൻ്റെ ഓർഡറിൽ 10ൻ്റെ പവർ പറഞ്ഞാൽ -8 ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെയും കാട്ടിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാം? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമുക്ക് 10⁻⁻5 മീറ്ററിൻ്റെ ഓർഡറിൽ വരുന്ന ലെങ്ത്ത് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. അതിലും ചെറിയ ലെങ്ത്താണ് 10⁻⁻8 മീറ്റർ. അപ്പോൾ അതിലും ചെറിയ ലെങ്ത്ത് വരികയാണെങ്കിൽ നമ്മൾ അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ദെൻ മെഷർമെൻറ്റ് ഓഫ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ചെറിയ, അതായത് ആറ്റത്തിൻ്റെ സൈസ് മെഷർ ചെയ്യാൻ, മോളിക്യൂൾസിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ അങ്ങനെ ചെറിയ ചെറിയ സ്മോൾ ഡിസ്റ്റൻസസ് മെഷർമെൻറ്റിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻7 മീറ്റർ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു 10⁻⁻7 മീറ്റർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇൻറ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് 10⁻⁻7 മീറ്റർ വരെയുള്ള ഓർഡർ, 10⁻⁻7 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിനെ പറയുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇൻറ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്സ്. ഡിസ്റ്റൻസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻7 മീറ്റർ ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് ഇൻറ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്സ്. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ക്രിസ്റ്റൽസ്, ഒരു പെർട്ടിക്കുലർ ക്രിസ്റ്റലിന് ഓക്യുപ്പൈ ചെയ്യുന്ന മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ അതിൻ്റെ ഓർഡർ പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്ത് 10⁻⁻10 ഓർഡർ വരെയുള്ള ലെങ്ത്തിൻ്റെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സബറ്റോമിക് ഡിസ്റ്റൻസസ്, സബറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്സ് ആണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. സബറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞു 10⁻⁻, വളരെ മൈന്യൂട്ട് ഡിസ്റ്റൻസ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി പറഞ്ഞു. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതുകൂടാതെ യൂസ് ചെയ്യുന്ന ചില മാത്തമാറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ചില എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, വേറെ നമുക്ക് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വഴിയും നമുക്ക് ഈ സ്മോൾ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് സം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇൻറ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്, എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ. ഇത്തരം എക്സ്പെരിമെൻറ്റ്സ് വഴിയും നമുക്ക് എന്ത് മെഷർ ചെയ്യാം? വളരെ സ്മോൾ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്സ് 10⁻⁻7 മീറ്റർ ഓർഡറിലുള്ള ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇൻറ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്. അതുപോലെ തന്നെ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്, ഒരു ക്രിസ്റ്റലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ എക്സ്പെരിമെൻ്റ് ആണ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്. സബറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്.
ഓക്കെ, ദെൻ സം സ്പെഷ്യൽ ലെങ്ത് യൂണിറ്റ്. ലെങ്ത്തിൻ്റെ ചില സ്പെഷ്യൽ യൂണിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫെർമി. ഫെർമിയെ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂ മീറ്റേഴ്സിൽ 1 ഫെർമി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇക്വാലൻ ടു 10⁻⁻15 മീറ്റർ. 1 ഫെർമി വിച്ച് ഇസ് ഇക്വാലൻ ടു 10⁻⁻15 മീറ്റർ. അടുത്തത് വരുന്നതാണ് 1 ആങ്സ്ട്രോം. ലെങ്ത്തിൻ്റെ വൺ ഓഫ് ദ യൂണിറ്റ് ആണ് എന്ത്? ആങ്സ്ട്രോം. ആങ്സ്ട്രത്തിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ മുകളിലായിട്ട്, എയുടെ മുകളിലായിട്ട് ചെറിയൊരു സീറോ പോലെ, അങ്ങനെയാണ് നമ്മൾ ആങ്സ്ട്രത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ലെങ്ത്ത് ചിലപ്പോൾ ആങ്സ്ട്രത്തിലൊക്കെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ലെങ്ത്ത് ആങ്സ്ട്രത്തിലാണെങ്കിൽ 10 ആങ്സ്ട്രോം എന്ന് പറയുകയാണെങ്കിൽ 10 കഴിഞ്ഞിട്ട് ആങ്സ്ട്രോം ക്യാപിറ്റൽ ലെറ്റർ എ, അതിന് എക്ക് മുകളിലായിട്ട് ചെറിയൊരു സീറോ പോലെ, നമ്മൾ ഡിഗ്രി ഒക്കെ എഴുതുന്നത് പോലെ. 70 ഡിഗ്രീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 70യുടെ മുകളിലായിട്ട് ചെറിയൊരു സീറോ ഇടില്ലേ, ഡിഗ്രി ആണെന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ ആങ്സ്ട്രോം ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് അതിൻ്റെ സിമ്പിൾ, അതിന് മുകളിലായിട്ട് ചെറിയൊരു സീറോ ഉണ്ടായിരിക്കും. അതാണ് ആങ്സ്ട്രോത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 10 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ ലെങ്ത് മീറ്ററിൽ വരുമ്പോൾ 10 × 10⁻⁻10 മീറ്റർ. കാരണം 1 ആങ്സ്ട്രോം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇക്വാലൻ ടു 10⁻⁻10 മീറ്റർ. ഈ വാല്യൂസ് അറിയണം. ഇത് ചോദിക്കാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എക്സ്പ്രസ് 1 ഫെർമി ഇൻ മീറ്റേഴ്സ്. മീറ്ററിൽ 1 ഫെർമി മീറ്റേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയാറുണ്ട്, മീറ്ററിലേക്ക്. അപ്പോൾ 1 ഫെർമി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇക്വാലൻ ടു 10⁻⁻15 മീറ്റർ. 1 ആങ്സ്ട്രോം വിച്ച് ഇസ് ഇക്വാലൻ ടു 10⁻⁻10 മീറ്റർ. 1 ആങ്സ്ട്രോം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. ദെൻ അനദർ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് astronomical യൂണിറ്റ്. astronomical യൂണിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ യു. AU എന്ന് പറഞ്ഞാണ് astronomical യൂണിറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ യു, which is equivalent to 1 astronomical unit expressed in meter. മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ which is equivalent to 1.496 into 10⁻11 meter. 1.496 into 10⁻11 മീറ്റർ ആണ് 1 astronomical unit എന്ന് പറയുന്നത്. ഇനി എന്താണ് astronomical unit എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് എർത്ത് ഫ്രം ദ സൺ. എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 astronomical unit എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദ സൺ ഇസ് നോൺ ആസ് astronomical unit. അതിൻ്റെ വാല്യൂ ആണ് 1.496 into 10⁻11 മീറ്റർ. ഇത് ചോദിക്കാറുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 1 astronomical യൂണിറ്റിൻ്റെ വാല്യൂസ്. അപ്പോൾ വാല്യൂ കൃത്യമായിട്ട് അറിയണം. 1.496 into 10⁻11 മീറ്റർ. ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് എർത്ത് ഫ്രം ദ സൺ. എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ്, എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് astronomical യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് ലൈറ്റ് ഇയർ. ആ പേരിൽ നിന്നാണ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ. 1 ഇയറിൽ വാക്വത്തിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ. 1 ഇയറിൽ വാക്വത്തിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ഇയറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ എൽ, സ്മോൾ ലെറ്റർ വൈ. Light year is represented by LY, small letter L, small letter Y. 1 light year is equivalent to 9.46 into 10⁻11 meter. 1 light year is equal to 9.46 into 10⁻11 meter. The another unit of length which is parsecond. Another unit of length is parsecond. Parsecond is the largest practical unit of length used in astronomy. Astronomyയിൽ യൂസ് ചെയ്യുന്ന ലെങ്ത്തിൻ്റെ ലാർജസ്റ്റ് യൂണിറ്റ് ആണ് പാർസെക്കൻഡ്. പാർസെക്കൻഡിനെ നമ്മൾ അതിൻ്റെ ആക്ച്വൽ പാർസെക്കൻഡ് എന്ന് പറഞ്ഞാൽ പാരലാക്റ്റിക് സെക്കൻഡ്. പാർസെക്കൻഡ് ഈസ് ഓൾസോ നോൺ ആസ് പാരലാക്റ്റിക് സെക്കൻഡ്. അതിനെ പാരലാക്റ്റിക് സെക്കൻഡ് എന്നാണ് പറയുക, പക്ഷെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് പാർസെക്കൻഡ് എന്ന് പറയും. PARSEC, parsecond. It is known as parallactic second. It is the largest unit of length used in astronomy. Then 1 parsecond, which is equal to 3.08 into 10⁻16 meter. 3.08 into 10⁻16 meter. പാർസെക്കൻഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ P, സ്മോൾ ലെറ്റർ C. ഓക്കെ,
അപ്പോൾ 1 parsecond is equal to 3.08 into 10 raised to 16 meter, and it is the largest unit of length which is used in astronomy.